നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക്. ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം ജില്ലാ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. പരാതിക്കാരിക്കെതിരെ 3 തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. സൈബർ അധിക്ഷേപ പരാതിയിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR തടസ്സമല്ലെന്നും BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ലെന്നും കമ്മീഷൻ. ഹർജികൾ നാളെ പരിഗണിക്കും. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും ED നോട്ടീസ്. ഭൂമി വാങ്ങിയതിൽ ചട്ടലംഘനമെന്ന് ED. നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാകേണ്ട. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനമെന്ന് ED. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റ് എന്ന് പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അസ്വസ്ഥതകൾ തീർക്കാനുള്ള സ്ഥലമല്ലെന്നും മോദി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. തനിക്കൊറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജി. വിശദമായ വാർത്തകളിലേക്ക്. പരാതിക്കാരിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക്. ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് റിമാൻഡ് ചെയ്തത്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്? ശ്രീജ, കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ലൈംഗികാരോപണ പരാതിയിലെ പരാതിക്കാരി നൽകിയ ഈ സൈബർ ആക്രമണം നടത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം BNS 75(3) വകുപ്പ് പ്രകാരം രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇന്നലെ തന്നെ ജാമ്യം ലഭിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ച് ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ഏതായാലും നിരവധി വാഗ്മുഖങ്ങൾ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറുടെ വക്കീലും ഒക്കെ നിരത്തിയെങ്കിലും നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോടതി നിലവിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. മുൻപും പ്രതി ഇത്തരത്തിൽ സമാന കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്നു എന്നാണ് കോടതിയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. അതായത് നിരവധി തവണ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ, അതായത് FB അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലുകൾ, രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് ചാനൽ മുഖേന ഇത്തരത്തിൽ നിരവധി തവണ ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യങ്ങൾ രാഹുൽ ഈശ്വർ നടത്തിയിരുന്നു എന്ന കണ്ടുപിടുത്തത്തിനെ തുടർന്നാണ് ഇത്തരത്തിൽ നിലവിൽ ഏതായാലും ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വിലയിരുത്തി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതായാലും 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് രാവിലെയോടുകൂടി രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലെത്തി പോലീസ് ഇത്തരത്തിൽ തെളിവ് ശേഖരണമൊക്കെ നടത്തിയിരുന്നു. ആ തെളിവ് ശേഖരണത്തിൽ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെടുക്കും. ഈ ലാപ്ടോപ്പിൽ ഈ പരാതിക്കാരുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഉൾപ്പെടെ ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കണ്ടെത്തിയതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള തെളിവ് ശേഖരണങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഏതായാലും ഈ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. അതുപോലെ തന്നെ പരാതിക്കാരെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം ഏതായാലും നിലവിൽ നിഷേധിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ ആദ്യഘട്ടം മുതൽ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ നിസ്സഹകരണം തുടർന്നിരുന്നു എന്നും പോലീസ് വാദമുഖങ്ങൾ നിരത്തിയിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വറിനെ ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ കോടതി കടന്നിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ തന്നെ പരാതിക്കാരി പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെയും
സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നുവെന്ന ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സൈബർ പോലീസിൽ ഇത്തരത്തിൽ സന്ദീപ് വാര്യരെ ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് ഏകദേശം 5 URL-കളാണ് ഈ പരാതിക്കാരി സമർപ്പിച്ചിരുന്നത്. അതിൽ 5-ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. പ്രധാനമായും ഇത്തരത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, ഇത്തരത്തിൽ പരാതിക്കാരി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തി അല്ലെങ്കിൽ ഫോട്ടോകൾ പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പോലീസ് കണ്ടെത്തിയത്. ഈ ആരോപണങ്ങളെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പൗടിക്കോണത്തെ വീട്ടിൽ നിന്നും ലാപ്ടോപ്പ് കണ്ടെത്തുകയും അതിൽ ഇത്തരത്തിൽ പരാതിക്കാരിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കോടതിയെ കണ്ടെത്തിയിരുന്നു. കോടതി ലാപ്ടോപ്പുകൾ പരിശോധിക്കുകയും ഇതിലുള്ള വീഡിയോകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ തെളിവുകളുടെയും മറ്റു വാദമുഖങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലവിലേതായാലും രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. വിശദമായ രീതിയിൽ രണ്ട് പ്രതിഭാഗവും ഒക്കെ തന്നെ വിശദമായ രീതിയിൽ വാദമുഖങ്ങളൊക്കെ നിരത്തിയിരുന്നെങ്കിലും ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്തൊക്കെ തന്നെ ഇത് കള്ളക്കേസാണ്, വ്യാജ പരാതിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് ഇനിയും തുടരും. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചതിലുള്ള ദേഷ്യമാണ്, അല്ലെങ്കിൽ അതിലുള്ള ദേഷ്യമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു വ്യാജ പരാതി നൽകുവാനുണ്ടായ കാരണം എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും കോടതി കൃത്യമായ തെളിവുകളുടെയും അതുപോലെ തന്നെ വീഡിയോകളുടെയും ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ ഒക്കെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ഏതായാലും ഇനിയും കൂടുതൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉൾപ്പെടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾക്കൊക്കെ തന്നെ വിധേയമാക്കേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കൊക്കെ തന്നെ കടക്കേണ്ടതുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഏതായാലും 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. രാഹുൽ ഈശ്വർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. ഇന്നിപ്പോൾ തെളിവെടുപ്പിനായി വീട്ടിലെത്തിയപ്പോഴും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായും ഇന്നലെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ മുതൽ ഇന്നലെ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. ആ സമയം മുതൽ തന്നെ രാഹുൽ ഈശ്വർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്നത് കള്ളക്കേസാണ്, വ്യാജ പരാതിയാണ് നൽകിയിരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചു എന്നതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നത് എന്നായിരുന്നു പ്രധാനമായും രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ നിലപാടിൽ നിന്നും മാറില്ല, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് തുടരും എന്നൊക്കെ തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും അത് ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. താൻ ഈ പരാതിക്കാരിയുടെ ചിത്രമോ എല്ലാവർക്കും വേണമെങ്കിൽ തന്റെ ഫേസ്ബുക്ക് ഉൾപ്പെടെ പരിശോധിക്കാം, പരാതിക്കാരിയുടെ ചിത്രമോ അല്ലെങ്കിൽ മറ്റ് വ്യക്തി വിവരങ്ങളോ ഒന്നും തന്നെ താൻ ഇത്തരത്തിൽ തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിട്ടില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് ഏതായാലും തുടരുമെന്ന് തന്നെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ എന്നുമുള്ള നിലപാട് എന്ന് പറയുന്നത്. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഈ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തി എന്നതുൾപ്പെടെയുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ സൈബർ പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തിയിരുന്നത്. എന്നാൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ പോലീസിന് മുൻപാകെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് രാഹുൽ ഈശ്വർ തയ്യാറായിരുന്നില്ല. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ മാത്രം പിടിച്ചു വാങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ഈ BNS 75(3) പ്രകാരം വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത അറസ്റ്റിലേക്കൊക്കെ തന്നെ കടന്നത്. അതിനുശേഷം വീട്ടിലെത്തി പരിശോധനയിലാണ് ഇത്തരത്തിൽ ലാപ്ടോപ്പ് കണ്ടെടുക്കുന്നതും അതിൽ ഈ പരാതിക്കാരിയുടേത് ഉൾപ്പെടെ ചിത്രങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴും രാഹുൽ ഈശ്വർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കാലാവധിയിൽ ഇത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കുകയും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിനിടെ പരാതിക്കാരിക്കെതിരെ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് കൂടാതെ 3 പുതിയ തെളിവുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്നും കൂടി അറിയാൻ കഴിയുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സമയത്തൊക്കെ തന്നെ പരാതിക്കാരി ഉയർത്തുന്ന വാദമുഖങ്ങളൊക്കെ തന്നെ അതിനെതിരായി കൊണ്ടുള്ള തെളിവുകളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ഈ ഗർഭഛിദ്രം നടത്തിയ സമയത്ത് അത് അപകടകരമായ രീതിയിൽ തന്റെ ജീവന് വരെ ഹാനിയുണ്ടാക്കുന്ന തരത്തിലുള്ള ഗുളികകളായിരുന്നു നൽകിയത്. അതുമൂലം വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായി. ഇത്തരത്തിൽ ഡോക്ടറുടെ മൊഴികൾ ഉൾപ്പെടെ അതിന് ഈ യുവതിക്ക് അനുകൂലമായി
പ്രധാനമായിരുന്നു. പക്ഷെ അതിനെതിരെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. ഇന്ന് ഏതായാലും പുതിയതായി 3 തെളിവുകളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ചിരിക്കുന്നത്. യുവതിയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതുകൂടാതെ തന്നെ കൂടുതൽ ഫോട്ടോസ്, ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ശബ്ദ സന്ദേശം തുടങ്ങിയ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഏതായാലും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിക്കാണ് ഈ തെളിവുകളൊക്കെ തന്നെ കൈമാറിയത്. ഈ നിർണായകമായി പെൻഡ്രൈവുകളിൽ മുദ്രവെച്ച കവറിലാക്കിക്കൊണ്ടാണ്, പെൻഡ്രൈവുകളിൽ ഈ തെളിവുകളൊക്കെ തന്നെ പെൻഡ്രൈവിലാക്കി അത് മുദ്രവെച്ച കവറിലാക്കിക്കൊണ്ടാണ് ഈ കോടതിയിൽ ഏതായാലും സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഇപ്പോൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അഭിഭാഷകനാണ് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ചേരുന്നുണ്ട്. Order is with my junior. You can get it. Office aatu ippo. Thank you. All the best. Okay. Right. Yeah, mokote. Please. Okay. Right. ഈ രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇത്തരത്തിൽ ബെയിൽ കോടതിയിൽ നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും രാഹുൽ ഈശ്വറിനെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം ഇപ്പോൾ റിമാൻഡ് സമർപ്പിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ 3ഓളം തെളിവുകൾ, കൂടുതൽ തെളിവുകൾ ഏതായാലും ഹാജരാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിനിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും നിലവിൽ ഒളിവിലാണ്. ഇതുവരെ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഈ പാലക്കാടുള്ള പരിശോധനയിൽ യുവതിയുമായി ബന്ധപ്പെട്ട യുവതി എത്തി എന്ന് പറയുന്ന സമയത്ത് CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതിനൊന്നും ആ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയുണ്ടായി. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാമറയത്താണുള്ളത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സൈബർ അധിക്ഷേപ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട നിലവിൽ രാഹുൽ ഈശ്വറിനെ ഏതായാലും പോലീസ് ഈ ജാമ്യാപേക്ഷ തള്ളി ഇപ്പോൾ രാഹുൽ ഈശ്വർ ഏതായാലും അറസ്റ്റിലേക്കും അതുപോലെ തന്നെ റിമാൻഡിലേക്കും ഒക്കെ നീങ്ങിയിരിക്കുകയാണ്. ശരി ആതിര, പരാതിക്കാരിക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോവുകയാണ്. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മാധ്യമ വാർത്തകളെ തുടർന്നാണ് നടപടിയെടുത്തത് എന്നും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ലീഡറിൽ സണ്ണി ജോസഫ് പറഞ്ഞു. ഈ ആക്ഷേപം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് രാജിവെപ്പിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സ്പീക്കർക്ക് കത്ത് നൽകി. അതേ മാധ്യമ വാർത്തയല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. ധാർമ്മികതയിൽ ഞങ്ങളും CPM-ഉം വളരെ വ്യത്യസ്തരാണ്. അവർ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അദ്ദേഹത്തിനെ പാർലമെൻറ്റിൽ മത്സരിപ്പിക്കുക ചെയ്തേ. അത് K. മുരളീധരൻ മാത്രം പറയുന്നതല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലല്ലോ. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. രാഹുൽ വിഷയത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ ഒത്തുകളിയാണെന്നും അതുകൊണ്ടാണ് നടപടി വൈകുന്നത് എന്നും മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. എന്തുകൊണ്ടാണ് പോലീസിന് MLA കണ്ടുപിടിക്കാനാകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഒരു MLA കണ്ടുപിടിക്കാൻ പോലും ഈ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഒരു കേസിൽ ഇത്രയധികം കേസ്, കാരണം അതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. ഇതൊരു ഒത്തുകളിയാണ്, രണ്ടു കൂട്ടരും കൂടി ഒത്തുകളിക്കുകയാണ്. ഈ കേസ് എത്രയോ നാളുകൾക്ക് മുമ്പുള്ളൊരു കേസാണ്. എന്താ ഇത് നടപടി വൈകുന്നത്? എന്താണ് ഇതിൽ കുറ്റവാളികളെ പിടികൂടുക, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്നൊരു കാര്യമാണ്. ജനങ്ങൾക്കിതെല്ലാം മനസ്സിലാകും. ഒരു MLA വന്ന് തിരുവനന്തപുരത്ത് വന്ന് വക്കീലിനെ കണ്ട് ഒപ്പിട്ടിട്ട് പോകാൻ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ടായില്ല. പോലീസ് അറിയുന്നില്ലേ? DGPയുടെ മൂക്കിന് താഴെ അദ്ദേഹം വന്ന് പോയിട്ട് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം ഒളിച്ചുകളിയുണ്ട്, ഇരട്ടത്താപ്പുകളുണ്ട്. ഇത് ഒരു സത്യസന്ധമായ രാഷ്ട്രീയമല്ല. ഇത് താൽക്കാലികമായ അവസരവാദ രാഷ്ട്രീയമാണ്. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് മാത്രമാണ്.
SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റ് എന്നും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അസ്വസ്ഥതകൾ തീർക്കാനുള്ള സ്ഥലമല്ലെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. അതേസമയം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ശൈത്യകാല സമ്മേളനത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് ആദ്യ ദിനത്തിൽ കണ്ടത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ നടപടികൾക്ക് മുന്നേ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ മറികടക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്നും നാടകത്തിനുള്ള വേദിയല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. पराजय के निराशा में से बाहर निकल करके आए और दुर्भाग्य है कि एकाध दो दल तो ऐसे हैं कि वो पराजय भी नहीं पचा पाते। और मैं सोच रहा था बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे, लेकिन कल जो मैं बयानबाजी सुन रहा हूं उनकी, तो उसे लगता है कि पराजय ने उनको परेशान करके रखा। പിന്നാലെ പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി എംപിയുടെ മറുപടി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് മറുചോദ്യം. SIRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. Whether it's the election situation or the SIR, these are huge issues. Let's discuss them. What is Parliament for? Let's discuss them. Let them have a discussion. പുറത്തു പറഞ്ഞതിന്റെ ബാക്കി പത്രം തന്നെയായിരുന്നു സഭയ്ക്കകത്ത് നടന്നത്. അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ ബഹളം. SIR, വായു മലിനീകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയ്ക്ക് മുന്നിലെത്തി. ഒന്നിനും അനുമതിയില്ല. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയുടെ അഭ്യർത്ഥന. लेकिन उसकी चर्चा संवाद से उसका समाधान निकलता है. मैंने पिछले सत्र के अंदर भी പ്രതിപക്ഷ ബഹളത്തിനിടയിൽ മണിപ്പൂരിലെ ചരക്ക് സേവന ഭേദഗതി ബിൽ നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതിയ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുള്ള അഭിനന്ദനമായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. സേവനം മുഖമുദ്രയാക്കിയ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതേസമയം മുൻ രാജ്യസഭാ അധ്യക്ഷന്മാരെക്കുറിച്ചുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വാക്കുകൾ സഭയിൽ ബഹളത്തിന് കാരണമായി. ഏതായാലും നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സഭ പ്രക്ഷുബ്ധമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ല എന്നും SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും ആവശ്യപ്പെട്ട് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. നാളെയാണ് കേരളത്തിലെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കേരളത്തിലെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച സമയത്ത് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇന്ന് സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിൽ SIR മാറ്റിവെക്കില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ചു മുൻപോട്ട് കൊണ്ടുപോകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായെന്നും BLOമാരുടെ മരണം ജോലി സമ്മർദ്ദം കൊണ്ടല്ലെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടപ്പിലാക്കാൻ നടപടികൾ എടുത്തിട്ടുണ്ട്. അതേസമയം SIRനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. നിലവിലെ SIR നടപടികളുടെ നിജസ്ഥിതിയും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, CPA, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നടപടികൾ താൽക്കാലികമായി മാറ്റിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം SIR നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ ED കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി CEO KM എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്.
3 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2250 കോടി രൂപ സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്കൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ KM എബ്രഹാമിനും നോട്ടീസ് ലഭിച്ചത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ 3 പേർക്കും നോട്ടീസിന് മറുപടി നൽകാം. ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തീരുമാനമെടുക്കുക. കേസുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നേരത്തെ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇഡിയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നുവെന്നാണ് തോമസ് ഐസക് പ്രതികരിക്കുന്നത്. BJPക്കും UDFനും വേണ്ടിയുള്ള ഇഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ സ്ഥിരം എല്ലാവരും വേണ്ടി ഇറങ്ങിയിരിക്കുക. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ് അയച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മസാലയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അതൊരു തമാശയാണ്, ഒരു ഒത്തുകളിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലെ മസാല ബോണ്ടിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടെടുപ്പിക്കുവാൻ മുഖ്യമന്ത്രിയും കൂട്ടരും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആര് പൊക്കിയാലും കേരളത്തിലെ BJP പൊങ്ങില്ല. അത് മറ്റൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇഡി മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ്. മസാല ബോണ്ടിൽ തുടക്കം മുതൽ ആശങ്ക ഉന്നയിച്ചിരുന്നുവെന്നും CJP ബന്ധം വിളക്കിച്ചേർക്കാനുള്ള കണ്ണിയായി ഇഡി നോട്ടീസ് മാറരുതെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമും പ്രതികരിച്ചു. CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJPയോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ. അമൃത ന്യൂസ്, കൊച്ചി. മസാല ബോണ്ട് നോട്ടീസിൽ പ്രതികരിച്ച മന്ത്രി KN ബാലഗോപാൽ, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇത്തരം കാര്യങ്ങൾ വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. വിവാദമാക്കാൻ ശ്രമിക്കുന്നത് UDFന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പൊതുവായ കാര്യം വന്നാലും അപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് കിഫ്ബിയുടെ മസാല ബോണ്ടിൻ്റെ വിവാദം ആ സമയത്ത് വന്നത്. മനഃപൂർവ്വം ഇത് ഈ സമയത്തൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആശങ്ക തോന്നുന്ന തരത്തിലേക്കാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ കോടതി ഇക്കാര്യങ്ങളൊക്കെ ഇടപെട്ടു. പിന്നീട് അതിനെപ്പറ്റി അധികം സംസാരമില്ല. പിന്നെ വരുന്നത് കുറേ കഴിഞ്ഞിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ്. ഇങ്ങനെ വരിക ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ ആകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കിഫ്ബിയുടെ വിവാദം, ഇപ്പോൾ വന്നേക്കുന്ന വിവാദം തന്നെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ് വസ്തുത. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ മസാല ബോണ്ടിൽ ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഭയപ്പെടുത്തലാണ് ഈ നോട്ടീസെന്നും VD സതീശൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ 9.732% പലിശയ്ക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത്. അത്രയും വലിയ പലിശയ്ക്ക് പോയി മസാല ബോണ്ടിന് കടമെടുക്കേണ്ട ഒരു ആവശ്യമില്ല. 5 കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം. 2150 കോടി രൂപ എടുത്തിട്ട് 1045 രൂപ പലിശയാണ്. അപ്പോൾ 3195 കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് അയക്കുക. 5 കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയോളം തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത്. മാത്രമല്ല, സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും. നമുക്ക് 1.25%-നാണ് കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പലിശ 1.25%. അത് ഇടയ്ക്കെന്തോ 1.5 ആയി, അതിൽ കൂടുതലല്ല. എന്തായാലും 1.5% പലിശയ്ക്ക്
അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടിയെടുക്കാൻ. അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ 293(1) വകുപ്പനുസരിച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ദീപാരാധന സമയമാണ്. അവിടെ നിന്നും തത്സമയം.